അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിയിഞ്ചിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനിതാ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ചൂടുള്ള വെള്ളത്തിലാണ് പുളി ഇട്ട് വെക്കുന്നത്. പിന്നെ നമുക്ക് അതിക്ക് വേണ്ടത് ഇതാ ഇഞ്ചിയാണ്. അപ്പോൾ ഇതാ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അങ്ങനെ നമ്മൾ ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളകും കൂടി അതേപോലെ തന്നെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ പുളിയിഞ്ചിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാക്കാരം. അപ്പോൾ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഇതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ അതൊന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ആദ്യം വറുത്തെടുത്തിട്ട് പുളിയിഞ്ചി ഉണ്ടാക്കി നോക്കൂ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പുളിയിഞ്ചിക്ക്. അപ്പോൾ ഇഞ്ചിയൊക്കെ ഏകദേശം വറവായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതാ നമ്മൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മൺചട്ടി ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതാ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ ഇതിട്ട് കൊടുക്കുന്നത് ഉഴുന്ന് പൊടി കേട്ടോ, പിന്നെ ഉലുവപ്പൊടി. അപ്പോൾ ഉഴുന്ന് പൊടി ഉലുവപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മളെ പുളിയിഞ്ചി നല്ലൊരു കുറുക്കം കിട്ടും കേട്ടോ നമുക്ക്. പിന്നെ ഇതാ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കര അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മളെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടുവും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കടുക് വറുക്കണം. അപ്പോൾ അതാ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കണ്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ അടിപൊളി പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.